ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിഗ്രി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഞങ്ങളുടെ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു കാത്തിരിപ്പിന് ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ജൂൺ ജൂലൈ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് എന്നാണ് അവരുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ ഗ്രേഡ് കാർഡും കിട്ടുക എന്നുള്ളത്. അപ്പോൾ അവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കംപ്ലീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം, അതായത് അസൈൻമെന്റിന്റെയും തിയറി പേപ്പറിന്റെയും പ്രാക്ടിക്കലിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെയും എല്ലാ മാർക്കും വന്നതിന് ശേഷം ആണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഈ ഗ്രേഡ് കാർഡും അതുപോലെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അയച്ചു തരുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അഡ്രസ്സിലോട്ടാണ് യൂണിവേഴ്സിറ്റി ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഓൾറെഡി നിങ്ങൾ യൂണിവേഴ്സിറ്റി, ഇപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻറ് പോർട്ടൽ ചെക്ക് ചെയ്താൽ അറിയുമായിരിക്കും ഏത് അഡ്രസ്സാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആ അഡ്രസ്സിലോട്ടാണ് നിങ്ങളുടെ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും വരുന്നത്. അപ്പോൾ ചില സ്റ്റുഡൻസ് അഡ്രസ്സ് എന്തെങ്കിലും ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരിക്കും. അപ്പം അത് നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്യുക, ഏത് അഡ്രസ്സാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. 3 മുതൽ 4 മാസം വരെയാണ് ഈ ഒരു ടൈം ഡ്യൂറേഷൻ, അതായത് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് അയക്കാനുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 മുതൽ 4 മാസം വരെയാണ്. പക്ഷെ ഓൾമോസ്റ്റ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കുറച്ച് ഫാസ്റ്റ് ആണ്, 1 മന്ത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. അപ്പം അത് കാരണം അതും നിങ്ങൾ ശ്രദ്ധിക്കാം, 3 to 4 months യൂണിവേഴ്സിറ്റി അവരുടെ റൂളിൽ പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഈടെയായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നമുക്ക് സ്റ്റുഡൻസ് ബൈ പോസ്റ്റിലായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, നിങ്ങളുടെ കോൺവക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടൈം പീരീഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ അഡ്രസ്സിലോട്ട് യൂണിവേഴ്സിറ്റി കൊറിയറായിട്ട് അയക്കും. അപ്പോൾ ഈ ഗ്രേഡ് കാർഡിലും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിലും എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മോഡൽ നമ്മളിവിടെ കാണിക്കാം. അതിൽ മെയിനായിട്ട് നിങ്ങളുടെ കോഴ്സ്, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങളുടെ പേര്, അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സൈനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഗ്രേഡ് കാർഡിൽ ഇതുപോലെ നിങ്ങളുടെ കംപ്ലീറ്റ് ബേസിക് ഡീറ്റെയിൽസും ഓരോ സെമസ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്ന മാർക്കും, അതുപോലെ ടേം എൻഡ് എക്സാമിനേഷൻ്റെ മാർക്കും, അതുപോലെ അസൈൻമെൻറ്റിൻ്റെ മാർക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ലെങ്തി ഗ്രേഡ് ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പം അതിലെല്ലാം മാർക്കും ഇൻക്ലൂഡഡ് ആണ്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്കാണ് അല്ലെങ്കിൽ ടോട്ടൽ എത്ര ക്രെഡിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഗ്രേഡ് കാർഡിലൂടെ പറ്റും. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഗ്രേഡ് കാർഡ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും കിട്ടിയതിന് ശേഷം കോൺവക്കേഷൻ അപ്ലൈ ചെയ്യാൻ ആരും മറക്കരുത്. നമ്മൾ വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ വളരെ നല്ല എഫേർട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്തതാണ് ഓരോ ഡിഗ്രി കോഴ്സും ഓരോ PG കോഴ്സും. ഏത് കോഴ്സാണെങ്കിലും നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ട്. അപ്പോൾ കോൺവക്കേഷന് മസ്റ്റായിട്ടും ഇഗ്നോ യൂണിവേഴ്സിറ്റി വളരെ ഗ്രാൻഡായിട്ട് നടത്തുന്ന ഒരു സെലിബ്രേഷൻ കൂടിയാണ് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും കോൺവക്കേഷൻ. അപ്പം അതിനും അപ്ലൈ ചെയ്യാൻ ആരും മറക്കരുത്. ആ ഒരു പ്രോഗ്രാമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഒരു ബിരുദം നേടി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് അത്. അപ്പോൾ അത് ആരും മിസ് ചെയ്യരുത്. അതിന് കറക്റ്റായിട്ട് സ്റ്റുഡൻസ് ആ അപ്ലൈ ചെയ്യേണ്ട ടൈമിൽ അപ്ലൈ ചെയ്യുക. കോൺവക്കേഷന് മസ്റ്റായിട്ടും പങ്കെടുക്കുക. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് റിലേറ്റ് ചെയ്ത ഓൾമോസ്റ്റ് ബേസിക് ഡൗട്ട്സ് ഒക്കെ നിങ്ങളുടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.